إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന് പ്രതീക്ഷിച്ച് ഒരുങ്ങി അങ്ങനെയെല്ലാം നമ്മളിലേക്കെത്തിയ റമളാൻ വിട പറയാനൊരുങ്ങി നിൽക്കുകയാണ്. 2 അധികമായി ലഭിച്ചാൽ 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നതുപോലെ കുന്നാ നഖൂൽ, നമ്മൾ പറയുമായിരുന്നു, അഹ്ലൻ റമളാൻ, ആദ്യം റമളാനിന് സ്വാഗതം എന്ന് നമ്മൾ പറഞ്ഞു. സുമ്മ മഹ്ലൻ റമളാൻ, പിന്നെ ഈ റമളാനിന്റെ പിടുത്തം മുട്ട പോക്ക്, ഭയങ്കരമായ സ്പീഡിലുള്ള പോക്ക് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് മെല്ലെ പോണം, ഇത്ര വേഗതയിൽ പോകണ്ട. അൽ ആൻ നഖൂൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് വിദാ അൻ യാ റമളാൻ, റമളാൻ നിനക്ക് വിട. എത്ര വേഗമാണ് കടന്നുപോയത്, എത്ര പെട്ടെന്നാണ് തീർന്നുപോയത് എന്ന് നമ്മൾ ഓരോരുത്തരും വിലാപത്തോടുകൂടി പറയാനുള്ള കാരണം, ഒരു റമളാനിൽ ജീവിക്കുവാൻ അവസരം കിട്ടി എന്നത് വലിയ സൗഭാഗ്യമാണ് എന്ന നമ്മുടെ തിരിച്ചറിവാണ്. നാം സൂചിപ്പിച്ചതുപോലെ ഒരു രക്തസാക്ഷിയേക്കാൾ മുമ്പിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്നുപോകാൻ സാധ്യമായ വ്യക്തി ഒരു റമളാനിൽ ജീവിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റമളാൻ കടന്നു പോവുക എന്നത്, ഈ റമളാൻ അവസാനിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള നഷ്ടമാണ്. അത് തീർന്നു പോകുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമവുമാണ്. എങ്കിൽ നാം ചിന്തിക്കുക, ഇങ്ങനെയുള്ള മഹത്വമേറിയ റമളാൻ എനിക്ക് കിട്ടിയിട്ട്, അങ്ങനെയുള്ളൊരു അവസരം അല്ലാഹു എനിക്ക് തന്നിട്ട്, ഈ റമളാനിൽ ജീവിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ട് എന്താണ് എനിക്ക് ലഭിച്ചത്, എന്ത് നേട്ടമാണ് എനിക്കുണ്ടായത്, എന്ത് മാറ്റമാണ് എന്റെ ജീവിതത്തിലുണ്ടായത്? ശക്തമായ ചൂടിൽ നോമ്പനുഷ്ഠിച്ചിട്ട്, തളർച്ചയുണ്ടായിട്ടും രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിച്ചിട്ട്, സാമ്പത്തികമായ ഭദ്രത കുറവാണെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്തിട്ട്, ഒട്ടനവധിയായ തടസ്സങ്ങളുണ്ടായിട്ടും അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിരുന്നിട്ട് എനിക്കെന്താണ് കിട്ടിയത്? ഈ റമളാൻ
കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സങ്കടമെങ്കിലും ബാക്കിയുണ്ടോ? റമദാനിനെക്കുറിച്ച് ഒരു കവി പാടി, റമദാനു തിബ്ത മുബാറകൻ മഖ്ബൂല. റമദാൻ നീ സുഗന്ധം പരത്തിക്കൊണ്ട്, സുന്ദരമാക്കിക്കൊണ്ട്, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന തരത്തിലായി. മാലി അറാക അലൽ ഫിറാഖി അജൂല. പക്ഷെ ഇത്ര വേഗം നീ കടന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. അത് വളർച്ച് സ്പീഡ് കൂടിപ്പോയി, പെട്ടെന്നങ്ങ് തീർന്നുപോയി. പഠിത്തല്ലേ റമദാൻ തുടങ്ങിയത്, ഇതപ്പ തീരാൻ പോവാണോ എന്നുള്ളതാണ് കവിയുടെ ആ ആത്മരോദനം. അദ്ദേഹം അതിനെക്കുറിച്ച് വിഷമം പറയാൻ. അതേപോലൊരു വിഷമം, അതേപോലൊരു സങ്കടം. റമദാൻ പെട്ടെന്ന് അവസാനിച്ചല്ലോ, കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നാക്കായിരുന്നു, ഒന്നുകൂടി ഉഷാറാക്കാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന ആത്മപരിശോധന, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ആത്മപരിശോധന നടത്താൻ നമ്മൾ തയ്യാറാകണം. റമദാനിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള, ആർജിച്ചെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്നുള്ളതായിരുന്നു. ആ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയണമെന്നതായിരുന്നു. നല്ലൊരു വെളുത്ത വസ്ത്രം എല്ലാ തരത്തിലുമുള്ള മ്ലേച്ഛതകളിൽ നിന്ന്, എല്ലാ തരത്തിലുമുള്ള അഴുക്കുകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തൂവെള്ള വസ്ത്രമായി, ഒരഴുക്കുമില്ലാത്ത, ഒരു കറയുമില്ലാത്ത, ഒരു കറുത്ത പുള്ളി പോലുമില്ലാത്ത ശുദ്ധമായ വസ്ത്രം പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചു. ഇനി അതിലേക്ക് ചെറിയ ഒരു കറുത്ത പുള്ളി വന്നാൽ അത് ഹൈലൈറ്റ് ചെയ്ത് എടുത്തു കാണിക്കും. അതുകൊണ്ട് തന്നെ പാപക്കറകളില്ലാതെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട്, ഒരു ചെറിയ കറുത്ത പുള്ളി പോലും അതിലേക്ക് വരാതെ, ഒരു തെറ്റുകുറ്റങ്ങളിലേക്കും ചാഞ്ഞു പോകാതെ മനസ്സിനെ ദൃഢമായി മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു പാപവും ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല, എല്ലാം ഞാൻ കഴുകിക്കളഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിരിക്കും. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തിട്ടില്ല എങ്കിൽ, ഈ റമദാൻ അവസാനിക്കുമ്പോൾ പാപങ്ങൾ ചെയ്തവരായാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമ്മളെപ്പോലെ നഷ്ടം പറ്റിയ വേറെ ആരുണ്ടാവുക? പള്ളികളിൽ വന്ന് നമസ്കരിച്ച്, നോമ്പനുഷ്ഠിച്ച്, ദാനധർമ്മങ്ങൾ ചെയ്ത്, പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് ഈ റമദാൻ കടന്നു പോകുമ്പോ പാപക്കറകളുമായാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങുന്നത് എങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ശാപപ്രാർത്ഥനയുണ്ടല്ലോ, ഒരു റമദാൻ വന്നു കിട്ടിയിട്ട് ആ റമദാന് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനുണ്ടോ അവന് നാശമുണ്ടാകട്ടെ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ എന്ന് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖാണല്ലോ. അതുകൊണ്ട് ആ പ്രാർത്ഥന തട്ടിക്കളയില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയോ എന്ന ആത്മപരിശോധന. ഖുർആനുമായുള്ള എന്റെ ബന്ധം എന്തായിരുന്നു? ഒരാവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? കേവലമായൊരു ചിന്തയല്ല, ആത്മാർത്ഥമായ ഉള്ളിൽ തട്ടിയുള്ള ചോദ്യമാണ് ആവശ്യം. ഒരു പ്രാവശ്യെങ്കിലും ഖുർആൻ ഓതാൻ പറ്റാത്ത ദൗർഭാഗ്യവാന്മാർ നമുക്കിടയിലുണ്ടോ? നന്മകളിൽ വ്യാപൃതനാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം ചിന്തിക്കണം, മടക്കയാത്ര വിദൂരമല്ല, വളരെ അടുത്ത് തന്നെയുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൗതു അദ്നാ മിൻ ശിറാകിന അലൈക്, നിന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോടടുത്തിരിക്കുകയാണ് നിന്റെ മരണം. ചെരുപ്പിന്റെ വാറിനേക്കാൾ നിന്നോട് മരണം അടുത്തിരിക്കുകയാണെന്ന് പറയുമ്പോ ഹദീസുകളിൽ വന്ന ആശയങ്ങളെ, ഹദീസിൽ വന്ന വാക്യങ്ങളെ പലതവണ ആവർത്തിച്ച് കേട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനഃപ്പാടമായൊരു ഹദീസ. ചെരുപ്പിന്റെ വാറിനോളം അടുത്താണ് മരണം. അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അല്ലേ? ഒരു കുട്ടി വളരെയധികം ആഗ്രഹിച്ച് ആശിച്ച് വാപ്പാന്റെ കയ്യിൽ പണം ഉണ്ടായിട്ടും പ്രായമാകാതെ ലൈസൻസ് എടുക്കാതെ ബൈക്ക് വാങ്ങിത്തരൂല എന്ന പിതാവിന്റെ പിടിവാശിക്ക് മുമ്പിൽ ആ ലൈസൻസ് കിട്ടി. അന്ന് തന്നെ അവൻ പോയി ബുക്ക് ചെയ്ത് അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ബൈക്ക് വാങ്ങി അവൻ വരികയാണ്. അവിടെ ഡെലിവറി കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു, അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. ആദ്യ യാത്രയിൽ തന്നെ ഒരു KSRTC ബസ്സിനടിയിൽ എരിഞ്ഞമർന്ന ജീവിതം നമ്മുടെ മുമ്പിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. കല്യാണത്തിന്റെ വേദിയിൽ പുതുമണവളായി നിൽക്കുമ്പോ, മണവാട്ടിയായി നിൽക്കുമ്പോ, പിതാവായി നിൽക്കുമ്പോ മരണപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നാം പറയണം, നാം ചിന്തിക്കണം, എപ്പോഴാണ് എന്റെ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്?
കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഇവിടെ നമസ്കരിച്ച നമ്മുടെ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന ആളുകളിൽ നിന്ന് പോലും ഈ റമദാനിന് തൊട്ടു മുമ്പേ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു റമദാനിലേക്ക് നാം ഉണ്ടാകുമോ എന്ന ചിന്ത നമുക്കുണ്ടാകണം. കാരണം മരണമത് പെട്ടെന്ന് തന്നെ കടന്നു വരും. മരണം പെട്ടെന്ന് കടന്നു വരും. നമ്മൾ വിചാരിക്കുക ഇനിയും കുറെ ഉണ്ടല്ലോ, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തി, വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ ഒരൽപ്പം പോലും സമയം നീട്ടിക്കൊടുക്കുകയോ ഇങ്ങോട്ട് നേരത്തെയാക്കുകയോ ചെയ്യുകയില്ല എന്നാണ്. മരണം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന് കുറച്ച് തീരുമാനം എടുക്കാണ്ടല്ലോ, അത് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ വരല്ലേ എന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ചൂണ്ടി നമുക്ക് പറയാനാകും, നിങ്ങളുടെ മരണത്തിന്റെ തീയതി നേരത്തെ കുറിച്ചു വച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മലക്കുകളെ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ലാഹു പറയുന്ന കാര്യ, നിങ്ങളുടെ മരണത്തെ, നിങ്ങളുടെ ജീവനെ എടുത്തുകൊണ്ടുപോകുവാനുള്ള മലക്കുകളെ ഞാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പറയാ ഞാനൊക്കെ യുവാവാണ്, ചോരത്തിളപ്പുള്ള പ്രായമാണ്, മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ആയിട്ടില്ല, ഒരസുഖങ്ങളുമില്ല. ഒരറബി കവി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം വിശദീകരിക്കുന്നുണ്ട്. സമിഅ്തു അബീലൻ നാഇഹാത്തി അശിയതൻ ഫിൽ ഹയ്യ യബ്തഇസുൽ അസാ വയസീറു. അന്ധകാരങ്ങൾ തലംകിട്ട് നിൽക്കുന്ന ഒരു രാത്രിയിൽ ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളുടെ ഇടവഴികളിലൂടെ, വീടുകൾക്കിടയിലെ നടവഴികളിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു ചെറിയ നടപ്പാതകളിൽ നിന്ന് ഒരു കുടുംബത്തിന്റെ നിലവിളി ശബ്ദം, അതിങ്ങനെ ആർത്ത് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. യബ്കീന ഫീ ജുനഹിൽ ലലാമി സബിയതൻ ഇന്നൽ ബുകാഅ അലൽ ശബാബി മരീറു. യുവത്വത്തിൽ കൊടിഞ്ഞുപോയ, യുവത്വത്തിന്റെ ചോരത്തളപ്പിൽ മരണപ്പെട്ടുപോയ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള മരണത്തിന്റെ വേദനയുള്ള കരച്ചിലാണത്. ആ കരച്ചിൽ കേട്ട് അദ്ദേഹം പറയാ, ഇന്നൽ ബുകാഅ അലൽ ശബാബി മരീറു. യുവത്വത്തിൽ കൊടിഞ്ഞു പോകുന്ന ജീവന് വേണ്ടിയുള്ള കരച്ചിൽ അത് വേദനയേറിയതാണ്, കൈപ്പേറിയതാണ്. യുവാക്കളെ, യുവതികളെ, നമ്മുടെ ജീവിതത്തിന്റെ രക്തത്തളപ്പുള്ള, പ്രസരിപ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് പലതും തോന്നും. ഈ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ പലതും എനിക്കിനിയും ആസ്വദിക്കാനുണ്ട്, കണ്ടെത്താനുണ്ട് എന്നെനിക്ക് തോന്നും. പക്ഷേ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരവധിയില്ലേ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കൂല. നമ്മുടെ സ്വപ്നങ്ങൾ കാത്തിരിക്കില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ കാത്തിരിക്കില്ല, നമ്മുടെ ജീവിതം കാത്തിരിക്കില്ല. നമ്മൾ നേടിയെടുത്തതൊന്നും നമുക്ക് ബാക്കിയുണ്ടാവില്ല. ഈ മരണത്തിന്റെ സന്ദർഭം വിവരിച്ചിട്ട് ഈ കവി ആ കവിത അങ്ങനെ എന്റെ ചെയ്യുമ്പോ പറയാ, അക്കദാ നമൂതു വതൻഖലി അഹ്ലാമുന. ഇതുപോലൊരു ദിവസം നമ്മൾ മരിക്കൂലേ? അവിടെ ആ വിദ്യാർത്ഥിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി, ആ യുവാവിന് വേണ്ടി, ആ യുവതിക്ക് വേണ്ടി ആർത്ത് കരഞ്ഞതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ ഇരുന്ന് കരയില്ലേ? അക്കദാ നമൂതു വതൻഖലി അഹ്ലാമുന. ആ മരണം വന്നതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താൽപര്യങ്ങൾ എല്ലാം അവസാനിച്ചു. ഫീ ലഹ്ളത്തിൻ വഇല തുറാബി നസീറു. പിന്നീട് 6 അടി മണ്ണിലേക്കാ നമ്മുടെ യാത്ര. ഫീ ലഹ്ളത്തിൻ, ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം കെട്ടിയുയർത്തിയ നമ്മുടെ സ്വപ്നങ്ങളുടെ കൊട്ടാരം, ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് 6 അടി മണ്ണിന്റെ അവകാശികളായി മാത്രം നമ്മൾ മാറും. ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലൊരു മരണത്തിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കട്ടിലുമായി നടന്നപ്പോ മനസ്സിലൂടെ ചില ഓർമ്മകൾ. നാട്ടിലെവിടെയും വെച്ച് മരിച്ചാൽ നമ്മളെ കൊണ്ടെത്തേണ്ട നമ്മുടെ ഖബർസ്ഥാൻ, എന്നെ അടക്കേണ്ട എന്റെ നാട്ടിലെ, എന്റെ മഹല്ലിലെ, എന്റെ കുടുംബങ്ങളൊക്കെ അന്തിയിറങ്ങുന്ന ആ ഖബർസ്ഥാനിലൂടെ അങ്ങനെ നടന്നപ്പോ ഖബറുകൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് സ്ട്രക്ചർ മാറ്റി ഞങ്ങളുടെ അയൽവാസിയുടെ ആ മയ്യത്തിനെ പിടിച്ചെടുത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ആളുകളിലേക്ക് കൈമാറുമ്പോ മനസ്സുകളിലൂടെ ഓടി വന്നൊരു ചിത്രല്ലേ അവിടെ ഒരുക്കി വച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഖബറ്
നാളെ നിനക്ക് വേണ്ടിയാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലൂടെ വരുന്നുണ്ടോ? തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ ഖബറുകൾ റെഡിയാക്കി വെച്ചിരിക്കുക. ഞാൻ ചിന്തിക്കുക, അല്ലാഹുവേ, അതിലൊരു ഖബർ എന്റേതാണെങ്കിൽ, എന്നെ അടക്കാനുള്ളതാണെങ്കിൽ, ഈ റമളാനിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖബറിൽ എനിക്ക് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് മടക്കയാത്രക്ക് എന്റെ കയ്യിൽ എന്തുണ്ട്? ഓരോരുത്തരും ചിന്തിക്കുക. ഓനെത്രണ്ട്, ഇവൾക്കെത്രണ്ട്, അത് നമ്മൾ നോക്കണ്ട. നമ്മുടേത് ചിന്തിക്കുക. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഓരോരുത്തരും ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടി അവൻ എന്താ ചെയ്തത്. നമ്മളൊക്കെ തോന്നുക, ഞാൻ തിരക്കടില്ല, ഈ റമളാൻ മുഴുവനും ഞാൻ നോമ്പോറ്റു, എല്ലാ ദിവസവും ഞാൻ നിസ്കരിച്ചു, രാത്രികാലങ്ങളെ സജീവമാക്കി, 27-ാം രാവിന്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാത്രിയെ ഉറക്കമുളച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഞാൻ ഉണ്ടായി. ഒരുപാട് ജീവിത ചുറ്റുപാടുകൾ ഉണ്ടായിട്ടും 10 ദിവസത്തെ ഇഅ്തികാഫിന് ഞാൻ വന്നു, ഞാൻ സംഭവമാണ് എന്ന തോന്നൽ നമുക്ക് വേണ്ട. അങ്ങനെ തോന്നൽ നമുക്ക് വേണ്ട. നമ്മൾ വളരെ കുറച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രം നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറെ അമലുകൾ ചെയ്തു എന്ന വലിയ ഭാരിച്ച കണക്കുകളുമായി നമ്മളാരും സമാധാനത്തിലിരിക്കണ്ട. എന്റെ ജീവിതത്തിൽ അതിന്റെ മാറ്റമുണ്ടായിട്ടുണ്ടോ? നോമ്പിന്റെ മാറ്റമുണ്ടായിട്ടുണ്ടോ? റമളാനിന്റെ മാറ്റമുണ്ടായിട്ടുണ്ടോ? രാത്രികാല നമസ്കാരങ്ങളിലൂടെ എന്റെ ജീവിതത്തെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ളവർക്ക് സന്തോഷിക്കാം. രാത്രികാലങ്ങളെ ജീവിപ്പിച്ചവർ, പകലിനെ നോമ്പ് കൊണ്ട് ധന്യമാക്കിയവർ, ദാനധർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയവർ, നിങ്ങൾക്ക് സന്തോഷിക്കാം. അവരും അങ്ങാടികളിലൂടെ കറങ്ങി നടന്ന് പുൾജാർ സോഡയും അതേപോലെയുള്ള മലിനമാക്കപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും തേടി നടന്നവരും ഒരിക്കലും സമമാവൂല. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. രണ്ടായി തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റുകൾ തിരുത്താതെയാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്നത് എങ്കിൽ ദൗർഭാഗ്യകരമായ അവസ്ഥ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുക. ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ആലോചിച്ച് നോക്കണം ആ വചനത്തിന്റെ ഗാംഭീര്യം. ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമ, ആരെങ്കിലും പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കുറ്റവാളിയായിക്കൊണ്ട് അക്രമിയായിക്കൊണ്ടാണ് കടന്നു വരുന്നത് എങ്കിൽ അവന് നരകമുണ്ട്. നരകമൊക്കെ ഞങ്ങൾ കുറെ കേട്ടതാ. നരക എത്ര പ്രസംഗം, എത്ര ഖുതുബ ഞങ്ങൾ കേട്ടതാ അല്ലേ? അള്ളാഹു പറഞ്ഞെന്തറിയോ? എന്താ പറഞ്ഞത്? ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിതവുമില്ല മരണവുമില്ല. എന്തായിരിക്കും ഇപ്പൊ അതിന്റെ അവസ്ഥ? കൊല്ലാക്കൊല ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അയാൾക്ക് ജീവിതമുണ്ടോ? ആസ്വദിക്കുന്നൊരു ജീവിതമുണ്ടോ? എന്നാൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ വേദനകളും യാതനകളും തീർന്നു പോകുമായിരുന്നല്ലോ എന്ന് വിചാരിക്കാൻ മരണവുമില്ലാത്തൊരവസ്ഥ. അതാണ് നാളെ നരകത്തിൽ അവർക്ക് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നരകമോചനം സാധ്യമാക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഒരുപക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസാനത്തെ റമളാൻ ഒരു പക്ഷേ ഇതായിരിക്കാം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മുടെ കുടുംബങ്ങളിൽ, അയൽവാസികളിൽ, ബന്ധുമിത്രാദികളിൽ ഓരോ റമളാനുകൾക്കിടയിലും മരണപ്പെടുന്ന ആളുകളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഒന്നിങ്ങനെ ഓടിച്ചു നോക്കിയാൽ മതി. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ എത്ര ആളുകൾ അവരിലുണ്ട്? നമ്മളെക്കാൾ ആരോഗ്യമുണ്ടായിരുന്ന, പണമുണ്ടായിരുന്ന എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്? ആ ആളുകൾക്കിടയിലുണ്ട്. അവരൊക്കെ പോയില്ലേ? നമ്മളും പോകണ്ടേ? പിന്നീടൊരു മടക്കം നമുക്കുണ്ടോ? നാളെ പരലോകത്തെത്തുമ്പോ ചില ആളുകൾ വിലപിക്കും. അല്ലാഹു പറയുന്നു, ഔ തഖൂല ഹീന തറൽ അദാബ്, നരകത്തിന്റെ കത്തിയാളുന്ന തീജ്വാലകൾ കാണുമ്പോ, നരകത്തിന്റെ തലച്ചോറിന്റെ തലയോട്ടിയുടെ ഉച്ചിവരെ കരിച്ചു കളയുന്ന നരകത്തിന്റെ തീ ഇങ്ങനെ കാണുമ്പോ ഓരോരുത്തരും പറയുന്ന ലൗ അന്നലി കറത്തൻ, പടച്ചോനെ എനിക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ ഒന്നും മടക്കിത്തരാൻ പറ്റുമോ? ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ നന്നായിക്കൊള്ളാം റബ്ബേ, ഞാൻ നല്ലവനായിക്കൊള്ളാം റബ്ബേ. അല്ലാഹു പറയുന്ന ബലാ ഖദ് ജാഅത്ക ആയാതി, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നില്ലേ, എന്റെ ആയത്തുകൾ നിനക്ക് വന്നില്ലേ? ഫകദ്ദബ്ത ബിഹാ, നീ അതിനെ കളവാക്കിയവനാണ്. വസ്തക്ബർത,
നീ അഹങ്കാരം നടിച്ചവനാണ്. വകുന്ത മിനൽ കാഫിരീൻ, നീ നന്ദി കെട്ടവനായിരുന്നില്ലേ, നന്ദികേട് കാണിച്ചവനായിരുന്നില്ലേ? അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഒരു റമദാൻ നിനക്ക് വന്നു കിട്ടിയിട്ട്, സമാധാനപരമായി നമസ്കരിക്കുവാനുള്ള അന്തരീക്ഷമുണ്ടായിട്ട്, നല്ല പാരായണത്തോടുകൂടിയുള്ള നമസ്കാരമുണ്ടായിട്ട്, എല്ലാ സൗകര്യങ്ങളും നിനക്കുണ്ടായിട്ട്, ആ സമയം നീ എങ്ങനെ ചെലവഴിച്ചു? നീ റമദാനിന് എന്താ ചെയ്തു കൂട്ടിയത്? അതുകൊണ്ട് നീ അക്രമിയാൻ, നീ നന്ദി കെട്ടവനാൻ. വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വുജൂഹുഹും മുസ്വദ്ദ, നാളെ പരലോകത്തവർ ഹാജരാക്കപ്പെടുമ്പോ ഖിയാമത്തിന്റെ നാളിൽ അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ട് മ്ലാനമായ അവസ്ഥയിൽ നിനക്ക് കാണാം. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരം നടിച്ചവരെ, ആവർത്തിച്ചുള്ള ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാത്തവരെ. നിസ്കാരം നടക്കല്ലേ, പള്ളി കയറിക്കൂടെ എന്ന് ചോദിച്ചപ്പോ തിരിഞ്ഞുപോയവരെ, അവഗണിച്ചവരെ. അല്ലാഹു പറയാണ്, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ, അഹങ്കാരം നടിച്ചവരെ, നിങ്ങൾക്കുള്ള വാസസ്ഥലമായി നരകം തന്നെ മതിയായതല്ലേ? ആ നരകം തന്നെ മതിയവർക്ക്. അവിടെ കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെറിയപ്പെടും. അതുകൊണ്ട് ഈ റമദാൻ വിട പറയുന്നു. നമുക്ക് നമസ്കാരങ്ങൾക്ക്, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരങ്ങൾക്ക് അവസരമൊരുക്കി തന്ന് നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ നമുക്കവസരം നൽകിത്തന്ന ആ റമദാൻ നമ്മോട് വിട പറയുന്നു. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ ചിന്തകളെ നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകാൻ അവസരം നൽകിയ ഈ റമദാൻ വിട പറയുന്നു. അല്ലാഹുവിനെ സൂക്ഷിക്കാനുള്ള സൂക്ഷ്മതാബോധം നമുക്ക് നൽകിയ ആ റമദാൻ വിട പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ പേജുകളും ആവർത്തിച്ചോതാൻ അവസരം തന്ന ആ റമദാൻ ഇതാ വിട പറയുന്നു. പാപമോചനത്തിന് അവസരം നൽകി പാപക്കറകളെ കഴുകിക്കളഞ്ഞ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ തയ്യാറായ ആ റമദാൻ വിട പറയുന്നു. പള്ളികളിൽ ഇഅ്തികാഫിരുന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടി അല്ലാഹുവിലേക്ക് അടുക്കാൻ അവസരം തന്ന ആ റമദാൻ ഇതാ വിട പറയുന്നു. ഇനി നമുക്കൊരവസരം ഉണ്ടാവോ? അതുകൊണ്ട് കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തിയവർക്ക് സന്തോഷിക്കാം, വരാനിരിക്കുന്ന ദിവസങ്ങളെ ധന്യമാക്കാൻ തീരുമാനിച്ചവർക്ക് സന്തോഷിക്കാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, കഷ്ടമാണ് അവരുടെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അത്യുന്നതമായ വിജയം ലഭിക്കുന്ന ആളുകളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്നൊരു ചിന്ത, 26 കഴിഞ്ഞു, ഇനിയിപ്പോൾ റമദാൻ തീർന്നു. നമ്മുടെ സ്റ്റാറ്റസുകളിലും നമ്മുടെ മനസ്സുകളിലുമൊക്കെ റമദാനിന്റെ ചിന്തകൾ മാറി പെരുന്നാളിന്റെയും ഈദ്ഗാഹിന്റെയും ഒക്കെ ചിന്തകളിലേക്ക് നമ്മളൊക്കെ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണോ വരാനിരിക്കുന്നത്? നമുക്കറിയില്ല. ഒരുപക്ഷേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന 29ാം രാവ് എന്ന ഒറ്റയിട്ട രാവ് കൂടി വരാനുണ്ട്. ഇന്നും തറാവീഹുണ്ട്, ഇന്നും ഖിയാമുണ്ട്, നാളെയും അതുപോലെയുണ്ട്. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇനിയും നോമ്പുകളുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസത്തെ അവസരമായി നമ്മൾ കാണണം. ഒരിക്കലും എല്ലാം തീർന്നു, ഇനി മതി, ഇത്രയൊക്കെ ചെയ്തില്ലേ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കാൻ നമുക്കൊരു വകുപ്പില്ല. നമ്മുടെ മുമ്പിൽ വീണ് കിട്ടിയ ദിവസങ്ങളായി, അവസരങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തെല്ലാം നന്മകൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. ഖുർആൻ ഓതാൻ ഇനി എനിക്ക് സമയമുണ്ടോ? ആരാധനകളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടാൻ ഈ ബാക്കിയാകുന്ന ദിവസങ്ങളിൽ എനിക്ക് സാധിക്കുമോ എന്ന ചിന്തയോടുകൂടി ഒന്നുകൂടി ഉഷാറാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും
നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ റമദാൻ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞുപോയ റമദാനുകളെക്കാൾ നല്ലതായിരുന്നോ ഈ റമദാൻ? ആത്മാർത്ഥമായ ചോദ്യം, ആളെ കാണിക്കാനോ മറ്റുള്ളവരോട് പറയാനല്ല, ഞാൻ എന്നോട് ചോദിക്കാം. കഴിഞ്ഞുപോയ റമദാനുകളെക്കാൾ നന്നായിരുന്നോ എന്റെ ഈ റമദാൻ? അതല്ല എന്നാണ് ഉത്തരെങ്കിൽ നമുക്ക് മുമ്പിൽ ബാക്കിയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങൾ കൊണ്ട് ആ ഉത്തരത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ല, ഇതുവരെ കഴിഞ്ഞുപോയ റമദാൻ പോലെയല്ല ഇത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല റമദാൻ ഇതായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഈ 2 ദിവസം തന്നെ ധാരാളം. ആ നിലക്കുള്ള ഇബാദത്തുകളുമായി അള്ളാഹുവിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും. നമ്മളൊക്കെ പെരുന്നാളിന്റെ ഒരു ആഘോഷങ്ങളുടെ മൂഡിലേക്ക് നമ്മൾ മെല്ലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസി സമൂഹത്തിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, പെരുന്നാളുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്ത അത്രയും മലീമസമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വസ്ത്രം കൊണ്ട്, ശരീരത്തിൽ തേച്ചു പിടിപ്പിക്കുന്ന ചായം കൊണ്ട് നരകം വിലക്ക് വാങ്ങുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരുങ്ങിക്കെട്ടിയിറങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞ പദപ്രയോഗം പോലെ നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്കാണെന്നോ ഈദുഗാഹുകളിലേക്കാണ് എന്നോ രോഗിയെ സന്ദർശിക്കാനാണെന്നോ മരണവീടുകളിലേക്കാണെന്നോ ഒന്നും തന്നെ ബോധമില്ലാത്ത വിധം എന്റെ സൗന്ദര്യം ആളുകൾ കാണണം എന്ന ചിന്തയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ ഏറ്റവും വലിയ ചിന്തിക്കേണ്ട ഒരു ഘടകം എന്താണെന്നറിയോ? പല ഉമ്മമാരി നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് മറയുന്ന പർദ്ദയുണ്ടാകും, നല്ല മഫ്തയിട്ടിട്ടുണ്ടാവും, ഒരു വേള നിക്കാബൊക്കെ ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുടെ കൂടെ നടക്കുന്ന കുട്ടികൾ കണ്ണ് താത്തിക്കൊണ്ടല്ലാതെ നമുക്ക് നടക്കാൻ പറ്റൂല. ഉമ്മമാരെ, നിങ്ങൾ ആഗ്രഹിച്ച സ്വർഗമുണ്ടല്ലോ, നിങ്ങൾ ഈ മറച്ചു നടന്നത്, ഔറത്തുകളെ മറച്ചു നടന്നത്, നല്ല വസ്ത്രം ധരിച്ചു നടന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അവന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ നിങ്ങളുടെ മക്കളെ നരകത്തിലേക്കാണോ നിങ്ങൾ വലിച്ചെറിയുന്നത്? അവരെല്ലാം മറച്ചു നടന്നു, അവരുടെ മക്കൾ ഇങ്ങനെ ഓലി വിചാരിച്ച് ഞാൻ സേഫാണ്. ഇപ്പൊ നമ്മളെ കാര്യം മാത്രം നോക്കിയത്. ആധുനിക കാലഘട്ടത്തിൽ മക്കളൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ജീവിതം, എന്റെ ഇഷ്ടം, അതേപോലെ ഉമ്മയും തീരുമാനിക്കുകയാണ്, വാപ്പിയും തീരുമാനിക്കുകയാണ്. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പോക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ വസ്ത്രം ധരിക്കുന്നുണ്ട്, ഓനെങ്ങനെ ആയിക്കോട്ടെ, എനിക്കെന്താ? നമ്മുടെ ബാധ്യത തീരൂല. നമ്മുടെ മക്കൾക്ക് വാങ്ങുന്ന വസ്ത്രങ്ങൾ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. നമ്മളാണ് പണം കൊടുത്ത് അവർക്ക് നരകം വാങ്ങിക്കൊടുത്തത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം നമുക്കറിയില്ലേ? ചില ആളുകൾ വരാനുണ്ട്, ചില സ്ത്രീകൾ വരാനുണ്ട്. നിസാഉൻ ഖാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ, ഒരുങ്ങിക്കെട്ടിയിറങ്ങുന്ന സ്ത്രീകൾ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രം ധരിച്ചിട്ടില്ല. ആ കോലത്തിലാണ്. ഉപ്പായുണ്ട്, ചുരിദാറുണ്ട്, പക്ഷേ ഉള്ളിലുള്ളത് എന്താന്ന് പുറത്തു കാണും. ശരീരത്തിന്റെ ആകാരഭംഗികൾ വെളിവാകുന്ന തരത്തിലുള്ള വസ്ത്രം, അവിടെ ഇവിടെയൊക്കെ കീറിയതാണ് ഫാഷൻ. ഏതൊക്കെ ഭാഗങ്ങൾ കാണിക്കാൻ പറ്റുന്നുള്ളതാണ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചില സ്ത്രീകൾ വരാനുണ്ട്. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ ശരീരം ഇങ്ങനെ ആടിയുലഞ്ഞ് അവരുടെ മുടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കെട്ടി ആ ജനക്ക് ജീവിക്കുന്ന ആളുകൾ, സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിച്ച് നടക്കുന്ന സ്ത്രീകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പോകൂല എന്നല്ല, വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് കിട്ടൂല എന്നാ, സ്വർഗത്തിന്റെ പരിമണം പോലും കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഏറ്റവും വേഗത കൂടിയ വാഹനത്തിൽ വർഷങ്ങളോളം സഞ്ചരിച്ചാലും സ്വർഗത്തിന്റെ മണം, സുഗന്ധം അവിടെ കിട്ടുന്നു. അതിന്റെ പരിസരത്ത് പോലും, ആ സ്വർഗത്തിന്റെ പരിമണം ലഭിക്കുന്നിടത്ത് പോലും അവരുണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള വസ്ത്രമാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും വസ്ത്രം കൊണ്ട് നരകം വാങ്ങിക്കൊടുക്കരുത്. ആൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സ് എന്നുള്ളത് എന്തൊക്കെ കോലത്തിലേക്കായി മാറിയിരിക്കുകയാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രങ്ങൾ പോയി, മുടിയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ മോഡലുകളിൽ ചെത്തിക്കൂർപ്പിച്ച് നടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ, ഒരു ഭാഗം ഇങ്ങനെ ചെത്തിക്കൂർപ്പിച്ച പോലെ വടിച്ചെടുത്ത് മറ്റേ ഭാഗം ഇങ്ങനെ വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണെന്നാണ്. നിരോധിച്ചതാണ്, ഹറാമാണതെന്നാണ്.
അവർക്ക് രക്ഷിതാക്കൾ ആക്കെ ഇപ്പത്തെ മോഡലാണ് ഈ കുട്ടികളെ ഞാൻ ഇപ്പം എന്താ ചെയ്യുക അവരോട് പറയട്ടെ. പിന്നെന്തിനാ ബാപ്പ എന്ന് പറഞ്ഞ് നടക്കണം? പിന്നെന്തിനാ ബാപ്പ എന്ന് പറഞ്ഞ് നടക്കുന്നത്? സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ, അവരുടെ ഒരു മുടിയുടെ വിഷയത്തിൽ പോലും ഗൗരവത്തോടുകൂടി പറയാൻ പറ്റാത്തവർ നാളെ വന്നിങ്ങനെ മോങ്ങും, എല്ലാരും തലക്കടിച്ചു കൊന്നോലോ എന്ന് പറഞ്ഞിട്ട്. നിയന്ത്രിക്കാൻ പറ്റൂല. ആ വിഷയങ്ങളിൽ പോലും ഗൗരവത്തോടുകൂടി ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ, അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട് നിങ്ങളാണ് അവർക്ക് നരകം വാങ്ങിക്കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പഠിപ്പിച്ചു തരിക. നാളെ പരലോകത്ത് ഒരു മാതാവ് സ്വർഗത്തിൽ പോകാൻ മാത്രം പര്യാപ്തമായ അമലുകളുമായിട്ട് കടന്നു വരുമ്പോ അവരുടെ മകൻ വരുന്ന, പടച്ചോനെ എന്റെ ഉമ്മാനെ സ്വർഗത്തിലേക്ക് വിടരുത്, എന്റെ ഉമ്മയെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കരുത്. എന്താ കാരണം? ഞാൻ നരകത്തിലെത്താൻ കാരണം എന്റെ ഉമ്മയാണ്. അതുകൊണ്ട് പടച്ചവനെ, എന്റെ ഈ കാലിനടിയിലിട്ട് ഒന്ന് ചവിട്ടി മതിക്കാൻ എനിക്ക് അവസരം തരണം റബ്ബേ എന്ന് ഒരു ഉമ്മക്കെതിരെ മകൻ പറയുമ്പോ അള്ളാഹു അതിന് അവസരം കൊടുക്കുന്ന. നമ്മുടെ മക്കൾ നമ്മളെ അവിടെ നിന്ന് ചവിട്ടിയാ നമുക്ക് സഹിക്കോ? അതിനെക്കാട്ടി നല്ല നമ്മൾ മരിച്ചു പോണല്ലേ. എന്നാൽ പരലോകത്ത് എല്ലാവരുടെയും മുമ്പിലിട്ട് അള്ളാഹുവിന്റെ മഹ്ശറയിൽ, അവന്റെ കോടതിയിൽ പരസ്യമായി ചവിട്ടാൻ അള്ളാഹു അനുവാദം കൊടുക്കും. എന്തേ കാരണം? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റിയില്ല. കുല്ലുക്കും മസ്ഊൽ കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ബാപ്പയാണ്, ഉമ്മയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ മറച്ചിടന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമികപരമായ ജീവിത രീതികൾ കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഫാഷൻ ഷോ കാണിക്കാനും അതേപോലെ തന്നെ സൗന്ദര്യം കാണിക്കാനും ആരും പള്ളികളിലേക്കോ ഈദ്ഗാഹുകളിലേക്കോ വരരുത്. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പോവാ, അതാ സൗകര്യം. ഞങ്ങൾ എക്സ് മുസ്ലിംസാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളൊന്നല്ല എന്ന് പറഞ്ഞ് അവർ പോകുക. അവർക്ക് തട്ടം ചുറ്റും വേണം, ഇസ്ലാമികപരമായ അടയാളങ്ങളും ചിഹ്നങ്ങളും ഷിയാറുകളും എടുത്തു കാണിക്കാൻ വേണം. എന്നാൽ മതപരമായ ഒരു മൂല്യങ്ങളും കൊണ്ടടക്കാൻ അവർക്ക് വയ്യ. അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിന് ഭാരമാണ്. അവരെ കൊണ്ടാണ് സകലമാന ചീത്തപ്പേരുകളും ഇസ്ലാമിനുണ്ടാവുന്നത്. അങ്ങനത്തെ ആളുകൾ ഒഴിഞ്ഞു പോയാൽ ബാക്കിയുള്ള ആളുകൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് വസ്ത്രമൊക്കെ അള്ളാഹു തരുന്ന വലിയ അനുഗ്രഹമാണ്, നമ്മൾ ബോധ്യപ്പെടണം, അത് മനസ്സിലാക്കണം. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മുടെ ഈ പരിസരങ്ങളിലെ വീടുകളിലൂടെ കയറി വന്നു. നിങ്ങൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് തന്നാലും ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഏതെങ്കിലും വെള്ളപ്പൊക്കം വന്ന ആസാമെന്നല്ല, ഏതെങ്കിലും പ്രയാസപ്പെടുന്ന സംസ്ഥാനങ്ങളിലേക്കല്ല, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ താമസിക്കുന്ന അന്തേവാസികളുള്ള വൃദ്ധസദനങ്ങളിലേക്കാണ് വന്ന് ചോദിച്ചത്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലേക്കാണ് ചോദിച്ചത്. നിങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സ് ഉണ്ടെങ്കിലും അത് തരീന്ന്. അല്ലെ, ഇന്നലെ ഒരു മെസ്സേജ്, വലിയ വേദനയുണ്ടാക്കിയൊരു മെസ്സേജ് എന്താണെന്നറിയോ? ഈദ് കിസ്വ നമ്മളെല്ലാവരും സഹകരിച്ചു. പുറത്തതിന്റെ കൗണ്ടർ ഉണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന സംവിധാനം. എല്ലാ ആളുകളും സഹകരിക്കണം. ഒരു സ്ഥലത്ത് ഒരു പ്രവർത്തകൻ ഇട്ടതാ, 5 കുട്ടികളുണ്ട്, 5 ആളുകളുണ്ട്. ഇന്നലെ 27 രാവാ. അവർക്ക് ഡ്രസ്സ് എടുക്കാനുള്ള അവസായ സമയങ്ങളാണ്. 5 കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കണം, പൈസ തികഞ്ഞിട്ടില്ല, ആരെങ്കിലും ഒന്ന് സഹായിക്കോ? 5 ആളുകൾക്ക് ഡ്രസ്സ് വാങ്ങാൻ, അല്ലെ ഒരു കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുള്ളിടത്താണ് ഡ്രസ്സ് കൊണ്ട്, വസ്ത്രം കൊണ്ട് അഹങ്കാരം കാണിക്കുന്ന നമ്മൾ. അതൊന്നും ഇല്ലാതാക്കാൻ പടച്ചോന് വലിയ സമയമൊന്നും വേണ്ട. ഗുജറാത്തിലെ ഭൂകമ്പ കാലഘട്ടത്തിന് ശേഷം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്തു. ഒരു മനുഷ്യന് ഭാണ്ഡം തൂക്കിയിട്ട് നമ്മുടെ നാടുകളിലൂടെയൊക്കെ വന്നു. അദ്ദേഹം ചോദിക്കുന്നെന്താ അറിയോ? പഴയ ഡ്രസ്സ് ഉണ്ടോന്ന്. അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, പഠനം നടത്തി. ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോ വിദേശ രാജ്യങ്ങളിലേക്ക് വസ്ത്രങ്ങൾ കയറ്റി അയച്ചിരുന്ന സൂറത്തിലെ വലിയൊരു കമ്പനിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. സകലമാന സംഭവങ്ങളും നശിച്ചുപോയി. മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു ഡ്രസ്സിന് വേണ്ടി അലയുന്ന അവസ്ഥ അയാൾക്കുണ്ടായി എങ്കിൽ അങ്ങനൊന്നും മാറാൻ വലിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ആ നിലക്കുള്ള അഹങ്കാരമൊക്കെ മാറ്റിവെച്ച്
അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാട്ടാൻ നമ്മൾ തയ്യാറാകണം. നന്ദികേട് നമ്മൾ കാണിക്കരുത്. സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് എന്നത് നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ട കാര്യമാണ്. ഹദീസ് നമുക്കറിയാം. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശൈർ. ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് ഒരു സ്വാ അത് നമ്മൾ കൊടുക്കണം. ഏകദേശം 2.5 കിലോന്റെ ഉള്ളിൽ വരുന്ന 200 മുതൽ 2.5 കിലോന്റെ ഉള്ളിൽ വരുന്ന ഒരു കണക്കാണത്. അത് നമ്മൾ കൊടുത്തേ മതിയാകുള്ളൂ. ഓരോ ആളുകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കണം. കാരണം നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും തകരാറുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വൽ ഫറസ്. അത് അവർക്കുള്ള കേടുപാടുകളിൽ നിന്ന്, നോമ്പിന്റെ പോരായ്മകളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്നതാണ്. തുഅമത്തുൽ ലിൽ മസാക്കീൻ, പാവപ്പെട്ട ആളുകൾക്കുള്ള ഭക്ഷണമാണത്. ഒരാളും പെരുന്നാളിന്റെ ദിവസം പട്ടിണി കിടക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ വിശാലമായ സന്ദേശം. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തുൽ മഖ്ബൂല. ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തായി. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇനി സമയമല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് കൊടുത്തു തീർക്കണം. ആരെങ്കിലും കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് കൊടുത്തു വീട്ടണം. നാളെ തന്നെ അരി വാങ്ങി അത് നാളെ തന്നെ വിതരണം ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഇന്നൊരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പെരുന്നാളിന്റെ നമസ്കാരം നടക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും നമ്മൾ സക്കാത്ത് കൊടുക്കണം, സക്കാത്തുൽ ഫിത്തർ കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഇന്ന് തന്നെ ഏൽപ്പിക്കുക. ഇനി 2 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. അതിനൊരുപാട് പോരായ്മകളുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ വരാനിരിക്കുന്ന ഈദുൽ ഫിത്തറിന് വേണ്ടി നമ്മൾ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ പെരുന്നാളിന്റെ സുന്നത്തുകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പെരുന്നാളിന്റെ ദിവസം തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. ചെറിയ പെരുന്നാളിന് മാസം കണ്ടത് മുതൽ ഇമാം പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിലേക്ക് വരുന്നത് വരെയും തക്ബീർ ചൊല്ലേണ്ട സമയമാണ്. നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. കുളിക്കുകയും സുഗന്ധം പൂശുകയും നല്ല വസ്ത്രം ധരിക്കുകയും ചെയ്യുക എന്നത് പ്രത്യേകമായ സുന്നത്താണ്. മുസല്ലയിലേക്ക് ഈദ്ഗാഹുകളിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി വന്നിരുന്നത്. കാരണം അവിടെ സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാം. സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ആർത്തവകാരികളായ പ്രസവരക്തമുള്ള നമസ്കാരങ്ങൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കൂടി അവിടെ വരാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് അവിടെ ഈദ്ഗാഹുകളിലേക്ക്, മുസല്ലകളിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോയത് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ചര്യ ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക എന്നതാണ്. ഒരിക്കലും തന്നെ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ അതിരുവിട്ടു പോകരുത്. ഇത്രയും ദിവസം നമ്മൾ ഒരു ട്രാക്കിൽ ഇങ്ങനെ വന്നു, നോമ്പനുഷ്ഠിച്ചു, ആരാധനകളുമായി കടന്നുപോയി. എന്നിട്ട് ആ ആരാധനകളുടെ ചൈതന്യം ഉൾക്കൊണ്ട ആളുകൾക്കുള്ള ആഘോഷമാണ് പെരുന്നാൾ. ആ പെരുന്നാളിനോടുകൂടി എല്ലാം തീർക്കാൻ, എല്ലാം നഷ്ടപ്പെടുത്താൻ. ഇപ്പോ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുകളിലൊക്കെ പടക്കത്തിന്റെ ചെറിയ കൗണ്ടറുകൾ വന്നു കഴിഞ്ഞു. പടക്കത്തിന്റെ കൗണ്ടറുകൾ വന്നു കഴിഞ്ഞു. എന്തിനാ? പെരുന്നാൾ ആഘോഷിക്കാൻ, അല്ലേ? അങ്ങനെ ഒരു ആഘോഷമുണ്ടോ? ഗർഭിണികളായ സ്ത്രീകൾ, പാല് കൊടുക്കുന്ന ഉമ്മമാർ കുട്ടികൾ എങ്ങനെയെങ്കിലും ഉറക്കി വരെയായിരിക്കും. അപ്പോഴാണ് പടക്കം പൊട്ടിക്കുന്നത്. മറ്റൊരാളുടെ അവകാശത്തെ, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അവഗണിക്കുന്ന, ഹനിക്കുന്ന ഒന്നും നമുക്ക് അനുവദനീയമല്ല. അവിടെ നമ്മൾ പടക്കം പൊട്ടിച്ച് ശല്യമുണ്ടാക്കിയാൽ നമ്മൾ കുറ്റക്കാരാണ്. എന്റെ പൊന്നുമക്കളെ, കുട്ടികളെ ആനന്ദം ഉണ്ടാവും, കൗതുകം ഉണ്ടാവും, കാണാൻ രസമുണ്ടാവും, ഒച്ചയേക്കാൻ നല്ല സുഖം ഉണ്ടാവും. പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവ. ഒരു കാരണവശാലും ഈ ശബ്ദം കേൾക്കുന്ന ഒരു കുട്ടിയും ഒരു വിദ്യാർത്ഥിയും അതിനുവേണ്ടി പോകരുത്. ഒരു രക്ഷിതാവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണം ചെലവഴിക്കരുത്. മറ്റുള്ള ആനന്ദങ്ങൾ, മുട്ടായിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുത്തു, പക്ഷേ മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകരുത്. അനാവശ്യമായ ആഘോഷങ്ങൾ അപകടങ്ങൾ വരുത്തി നമ്മൾ തന്നെ ഖേദിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മുസല്ലയിൽ, ഈദ്ഗാഹിൽ ഇൻഷാ അല്ലാഹ് 7:30 തന്നെ നമസ്കാരം ആരംഭിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും നേരത്തെ തന്നെ എത്തി മുസല്ലയുമായി വന്ന് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും തന്നെ നന്മകൾ അവസാനിക്കുന്നില്ല. റമളാനിന് കഴിയുന്നതോടുകൂടി എല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇനിയും അവസരങ്ങളുണ്ട്, നന്മകളുണ്ട്, എല്ലാം ചെയ്തു തീർത്തു എന്ന ആശ്വാസവും നമുക്ക് വേണ്ട. അത് സ്വീകരിക്കണോ വേണ്ടേ എന്നത് തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്, അല്ലാഹുവാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ച റബ്ബേ സ്വീകരിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത നന്മകളെ, ഞങ്ങളുടെ നമസ്കാരങ്ങളെ, നോമ്പുകളെ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന
ഓരോ രംഗത്തും നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ വലിയൊരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. റമദാനിന് ശേഷം ശവ്വാലിൽ 6 നോമ്പ് നോറ്റാൽ 6 ദിവസത്തെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണ്. മൻ സ്വാമ റമദാന വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും അതിനുശേഷം 6 ദിവസം ശവ്വാലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ ഫകഅന്നമാ സ്വാമദ്ദഹർ, ഒരു വർഷം മുഴുവനും നോമ്പൊറ്റ പോലെയാണ്. 36 35 നോമ്പ് നോറ്റാൽ 365 ദിവസം നോമ്പ് നോറ്റവനെ പോലെ പ്രതിഫലം ലഭിക്കുന്ന അതിമഹത്തരമായ സൗഭാഗ്യം വിട്ടുകളയാതെ നമ്മൾ പിടിക്കണം, വിട്ടുകളയാതെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ആ നിലക്കുള്ള നന്മകൾ അന്വേഷിച്ച് നന്മകളിലേക്ക് മുന്നേറി ഈ റമദാൻ ഒരു തുടക്കമായി, ഒരു പ്രചോദനമായി ഇനിയുള്ള വരാനിരിക്കുന്ന കാലങ്ങളിലേക്കുള്ള ഒരു എനർജിയായിട്ട് നമ്മൾ കാണണം. അതാണ് ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എന്ന് പറയുന്ന ഹദീസിന്റെ താല്പര്യം. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ നമുക്ക് ഓടാനുള്ള ഒരു ഊർജ്ജം നമുക്കിത് കിട്ടണം. അടുത്ത റമദാനാകുമ്പോഴേക്കും നമ്മളിൽ എത്രയാളുകൾ ബാക്കിയുണ്ടാകും എന്നുപോലും നമുക്കറിയാത്ത കാലഘട്ടത്തിൽ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ റമദാനിനെ ധന്യമാക്കാൻ നാം തയ്യാറാവുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സഹോദരങ്ങളെ, ഈ റമദാനിൽ ഒരുപാട് ആളുകളെ സഹകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. എത്ര ആളുകളെയാണ് നമുക്ക് സഹായിക്കാൻ സാധിച്ചത്, എത്ര ആളുകളാണ് നമ്മുടെ മുമ്പിൽ സഹായമായി വന്നത്. ആരും നിരാശരായി മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ജുമാ നമസ്കാര ശേഷം നടക്കുന്ന കളക്ഷൻ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ച് വലിയ പ്രയാസം അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കത്തുകൾ വന്നു. അതിലെ ദയനീയമായ വാക്കുകൾ, ക്യാൻസർ രോഗം ബാധിച്ച് മരുന്നിന്റെ വില, ചികിത്സിക്കാൻ സാധിക്കുന്നില്ല, വീട്ടുചെലവുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, 2 ആൾക്കും നല്ല ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയുണ്ട്, നല്ല വീടും സൗകര്യങ്ങളൊക്കെ, പക്ഷേ അവർക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ വലിയ തുക അവർക്ക് മരുന്നിന് വേണ്ടി ചെലവാകാൻ. അവർ ചോദിച്ചൊരു ചോദ്യം എന്താ അറിയും? വീട് വിറ്റിട്ട് ചികിത്സ നടത്തണോ, അതല്ല സക്കാത്ത് എന്തെങ്കിലും ആരെങ്കിലും തരികയാണെങ്കിൽ വാങ്ങാൻ പറ്റുമെന്ന്. ഒരുപാട് സക്കാത്ത് കൊടുത്ത, സ്വതക്കകൾ കൊടുത്ത, ദാനധർമ്മം ചെയ്ത ആളുകളാണവർ, മറ്റുള്ളവരെ സഹായിച്ചവരാണവർ. നമുക്ക് മുമ്പിൽ കൈയിട്ടേണ്ടി വരിക. വേറൊരാള് ഒരനുഭവം പറഞ്ഞെന്താണെന്നറിയോ? നല്ല സാമ്പത്തിക ശേഷിയുണ്ടായിരുന്ന, തറവാടിത്തമുള്ള, നല്ല രീതിയിൽ ജീവിച്ചു പോന്ന ഒരാൾ ഒരിക്കലും വന്നിട്ട് ചോദിക്കുക, എന്റെ കുടുംബത്തിലൊരാൾക്ക് സ്ട്രോക്ക് വന്നു, തളർന്നുപോയി, ചികിത്സിക്കാവുന്ന നിലയ്ക്ക് ചികിത്സിക്കാണ്, വിൽക്കാൻ പറ്റുന്നതൊക്കെ വിറ്റു, ഇനി ഒന്നും ബാക്കിയില്ല, എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെന്ന്. ഏതൊരു പണക്കാരനെയും ഏത് സമ്പന്നനെയും പാപ്പരാക്കി കളയാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ കൈ നീട്ടുന്നവനാക്കാൻ അങ്ങനെയുള്ള രോഗങ്ങൾ വന്നാൽ മതി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് മാരകമായ അസുഖങ്ങളുടെ ഒരു പ്രശ്നം. നമ്മൾ വിചാരിക്കൊക്കെ നിസ്സാരാണല്ലേ, 2-3 സ്കാനിങ്ങും കുറച്ച് മരുന്നൊക്കെ ആയിട്ടാണ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ എത്തണില്ല. 40,000 50,000 ഒക്കെ ഓരോ മരുന്നുകൾക്ക് വില വരുമ്പോൾ, ആഴ്ചയിൽ 2-3 ഗുളികകളൊക്കെ ആവശ്യമായി വരുമ്പോൾ എത്ര വലിയ മുതലാളിയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയുന്നത്, ഞാൻ തന്നത് നിങ്ങൾ കൊടുക്കീന, നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് കൊടുക്കാനല്ല. അള്ളാഹു തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അതുകൊണ്ട് അറിഞ്ഞു കൊടുക്കുക, ആത്മാർത്ഥമായി കൊടുക്കുക. അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ, മറ്റുള്ളവരെ സഹായിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ നമ്മുടെ സക്കാത്തിന്റെ ഫണ്ടുകളിൽ നിന്ന് പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ്. അത്രയും കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മൾ ഏകദേശം 5 ആളുകളെയെങ്കിലും ഈ ഒരു ദിവസത്തെ സമാഹരണത്തിലൂടെ, ധനസമാഹരണത്തിലൂടെ സഹായിക്കണം നമ്മൾ ഉദ്ദേശിക്കണം. എല്ലാവരും പരിഗണിക്കാൻ കഴിയില്ല, അത്രയും കത്തുകളുണ്ട്. 5 ആളുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ അത്തരത്തിലുള്ള രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് സാധ്യമാകുന്ന നിലക്ക് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച, വിടവാങ്ങൽ വെള്ളിയാഴ്ചയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്വതക്കയായി അറിഞ്ഞുകൊണ്ട് ആ 5 ആളുകൾക്കും കിട്ടണം എന്ന നിലക്ക് തന്നെ കാര്യമായൊരു സംഖ്യ അതിലേക്ക് നിക്ഷേപിക്കുവാൻ പുറത്തതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട്, ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്, ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ആത്മാർത്ഥമായി കടന്നു വരേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ, അതുപോലെയുള്ള സ്വതന്ത്ര ചിന്തയുടെയൊക്കെ
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഫലസ്തീനിന്റെ മണ്ണിൽ ഇപ്പോഴും അവർ വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ചു, നമ്മൾ പെരുന്നാളിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പെരുന്നാളിന് എന്തുണ്ടാക്കണം, എവിടെ പോകണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മിസൈലുകളുടെ, ബോംബുകളുടെ, വെടിയൊച്ചകളുടെ ഇടയിൽ നിന്നെവിടെ ഒളിക്കാനാകും, എവിടെ എനിക്ക് ഒളിച്ചിരിക്കാനാകും, എന്റെ മക്കളെ, എന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും, അവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് വിലപിക്കുന്ന ഫലസ്തീനിന്റെ മക്കളെ, നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനകളിൽ നിന്ന് അവർ പോയോ? അവർ മറന്നുപോണ്ടോ? മറക്കാൻ പാടില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉണ്ടാകണം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മാതാവ് 2 മാസത്തോളമായിട്ട് ICUവിലാണ്, വളരെ പ്രയാസത്തിലാണ്. പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ എല്ലാ അസുഖങ്ങളും പരിപൂർണമായ ശിഫ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ അസുഖങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങി വന്ന് ഒരുപാട് കാലം ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവനും പാപങ്ങളൊന്നും ഞങ്ങൾ ഇന്ന് പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്ത നോമ്പുകൾ, നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഒന്നും നീ തള്ളിക്കളയരുതേ റബ്ബേ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് റമളാനുകൾ ജീവിക്കുവാൻ, നന്മകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അല്ലാഹുവേ, വിശ്വാസിയായിക്കൊണ്ട് മരിക്കുവാൻ, പരലോകത്ത് അത്യുന്നതമായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. നോമ്പുകാർ പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കയറാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ക്യാൻസർ രോഗം ബാധിച്ചവർ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടബാധ്യതകൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. ഇനിയും ഒരുപാട് നന്മകളുമായി മുന്നേറുവാൻ, അത്യുന്നതമായ സ്വർഗ്ഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ ഒന്നിച്ചിരിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്ത് ശുദ്ധമായ മനസ്സോടെ നിന്നെ കണ്ടുമുട്ടുന്ന അടിമകളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ആമിന്ന ഫീ ഔത്വാനിനാ واصلح أئمتنا وولاة أمورنا. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم انصر إخواننا المستضعفين في فلسطين. اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم فرج هم المهمومين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا يا أرحم الراحمين. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه. وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وعنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم واشكروه على